ഇത് പെൺസ്രാവാണല്ലേ? ഹായ്, നമസ്കാരം. ഞാൻ തിരുമല ശർമ്മയാണ്. ഞാനെന്നുള്ളത് വിഴിഞ്ഞം കടപ്പുറത്താണ്. ഇന്ന് വമ്പൻ കൊമ്പനൊരുത്തനാണ് കിട്ടിയിരിക്കുന്നത്. ഇത് ഡേഞ്ചറസ് ഷാർക്ക്. അടിപൊളി സാധനം. ഷാർക്ക് എന്ന സ്രാവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സ്രാവിൻ്റെ മാംസത്തെക്കാൾ ഏറ്റവും കൂടുതൽ വിപണിയുള്ള സാധനമാണ് കണ്ട ഈ സാധനങ്ങൾ. ചിറക്, കൊമ്പ്, പല്ല്. കുറച്ച് അടുത്തോട്ട് കേട്ടോ. പല്ല് കാണിക്കും. സ്രാവിനെ കുറിച്ച് ഒരു വിശദീകരണം പറഞ്ഞു തരാണ് നമ്മുടെ ഷംനാദ്. കാണിച്ചു. അമ്മ വരുന്നു. ഭയങ്കര പവർഫുള്ളാണ്. സ്രാവിന്റെ പേരെന്താണ്? നമ്മുടെ ജീവിതത്തിലൊക്കെ സ്രാവിന്റെ പേര് പേര് ഇത് ഏത് സ്രാവാണെന്ന് അറിയില്ല. അച്ചിലി അല്ലേ? അച്ചിനി സ്രാവ്. ഇതാണ് മനുഷ്യനെ കഴിക്കുന്ന സ്രാവ്. അത് നരിപ്പല്ലൻ സ്രാവ്. അത് വേറെ ഉണ്ട്. എലി സ്രാവ് എന്നും പറയാം. സിനിമയിലൊക്കെ ഇതാണല്ലോ മനുഷ്യനെ. ഇല്ല, അത് കാണിക്കുന്ന നരിപ്പല്ലൻ എലി സ്രാവ് എന്ന് പറയും. അവനാണ് ഞങ്ങളെ കേരളത്തിൽ പറയപ്പെടുന്ന പേര് ഇങ്ങനെയൊക്കെയാണ് അല്ലേ? അച്ചിനി. ഇതിന്റെ പേര് അച്ചിനി. അച്ചിനി സ്രാവ്. അപ്പോ നമ്മള് മനുഷ്യനെ ആക്രമിക്കുന്ന സ്രാവ് എന്ന് പറയുന്നത് എല്ലാ സ്രാവും ആക്രമിക്കും. സ്രാവുകളെല്ലാം മനുഷ്യനെ ആക്രമിക്കും. ഇതിന്റെ പല്ല് കണ്ട കൈ അപ്പം കത്തിയൊന്നും വേണ്ട. ഇതിന്റെ പല്ലിന് നല്ല വാല്യൂ ഉണ്ട്. സ്രാവിന്റെ ചിറകിനാണ് വില. പല്ല്, ചിറക്, നെയ്, ചിറക്, പറക്കെന്ന് പറയാം. നമ്മളിവിടെ പറക്കെന്ന് പറയാം. പക്ഷെ ഇവിടെ ഉള്ള നമ്മുടെ ചേട്ടന് എല്ലാം നല്ല എന്നെയാ കൊള്ളാം. യൂട്യൂബർ, ഇൻസ്റ്റാ വീഡിയോ. സ്രാവിന്റെ പേര് എല്ലാവർക്കും അറിയാവുന്ന സ്രാവെന്ന് അറിയാവും. സ്രാവിന് ഒരുപാട് പേരുകളുണ്ട്, എനമാറി പേരുകളുണ്ട്. ഇപ്പോൾ നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് ഫെബ്രുവരി 16 വന്ന ഒരു അച്ചിനി സ്രാവാണ്. അപ്പോൾ നമ്മുടെ തിരുമല ഷംനാഥ് എന്നുള്ള നമ്മുടെ കൂട്ടുകാരനാണ്. പുള്ളി ഇൻസ്റ്റാഗ്രാമിലൊക്കെ വീഡിയോ ചെയ്യുന്ന ആളാണ്. പുള്ളിക്കുള്ള ആ ഒരു അറിവ് വെച്ചിട്ട് സ്രാവിൻ്റെ ഒരു ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. 350 എത്ര? 350 കിലോയുടെ അകത്തെന്നാണ് പറയുന്നത്. നമ്മുടെ ട്രിവാൻഡ്രത്ത് അധികം ആരും സ്രാവ് കഴിക്കില്ല. ഇതിന് മാർക്കറ്റ് പ്രൈസ് ഇല്ല. പക്ഷേ മലബാർ ഏരിയയിലൊക്കെ ഭയങ്കര വിലയാണ്. ഇതിന്റെ കരുവാടിനും ഇതിന്റെ മാംസത്തിന്, പച്ച മാംസത്തിന് നല്ല മാർക്കറ്റ് വാല്യൂ ഉള്ളതാണ് സ്രാവ്. ട്രിവാൻഡ്രത്ത് അധികം ആരും സ്രാവൊന്നും കഴിക്കത്തില്ല. ഇതിനെന്ത് ചെയ്യട്ടോ? ചിറകിനെ കൊണ്ടുപോയി ഉണക്കിയിട്ട് അത് മെഡിസിൻ എടുക്കും അല്ലേ? പല്ലോ മെഡിസിൻ, നെയ്യ്, പല തരത്തിലും പോകും. നെയ്യൊക്കെ എന്ന് പറയാം, സൂപ്പിനൊക്കെ എടുക്കും. പറക്ക് ഈ സാധനത്തിനാണ് വില. അതെല്ലാം ഒന്ന് തന്നെയാണ്. ഓക്കെ.